അത് അത്ര ഒരു മുഖശ്രീ ഇല്ല. ഈ കുട്ടിയോ? ആ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതല്ലടാ ബാംഗ്ലൂരാണ്, നഴ്സാണ്. അതെ അല്ലേ? വേറെ വേറെ ഏതല്ല? വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട്. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. മോഡലാണ് ഇപ്പൊക്കെ കുട്ടികളും അതിൽ കാര്യമില്ല, അത് കാര്യമില്ല. മോഡലല്ലേ അത് വേണ്ട. അത് ഇത് കൊള്ളാല്ല. വേറെ ഏതല്ല? എന്ത് ചുമണ്ടാ? ഞാൻ കഴിഞ്ഞ ആഴ്ച വരേണ്ടതായിരുന്നല്ലോ. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ ചുമയാണെന്ന്. ഡോക്ടറെ കണ്ടില്ലേ സുധേട്ടാ? ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു, നമ്മുടെ സുധാകരൻ ഡോക്ടറാണ്. അയ്യോ അത് ഹോമിയോ അല്ലേ? ഹോമിയോ സമയം എടുക്കും, അലോപ്പതി കാണിച്ചൂടെ? അതിപ്പോ ഏത് ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് സുഗതൻ അറിയില്ലേ? ഇനിയിപ്പൊ നീ അതിന്റെ ഇടയിൽ കൂടെ കയറി ഒരു അഭിപ്രായം പറഞ്ഞു ഇനി അതെങ്ങാനും വല്ലതും സംഭവിച്ചാ എന്നാ വല്ല അറിഞ്ഞിട്ടാണോ? അല്ല, ഒരു 1-2 ആഴ്ച എടുക്കുന്നു പറഞ്ഞു അസുഖം മാറാൻ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നോക്കാം നമുക്ക്. അതിനല്ല, അത് പിള്ളേരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് വെറുതെ വേണ്ടാത്ത പണിക്ക് കണ്ട. സുധേട്ടാ ഇത് കൊള്ളാം. ഈ അവസാനം പൂവും പിടിച്ചിരിക്കണ ആ കുട്ടി ഇത് മതിയാച്ച, ഇത് മതി. നല്ല മിടുക്കിയല്ലേ? എന്താ പണിക്ക്? എന്താ ഇതെന്താ വല്ല കടയുടെ ഉദ്ഘാടനത്തിന് താലം പിടിക്കാൻ പോവാ? കല്യാണം കഴിച്ചോണ്ടിരല്ലേ? അതിനുള്ള ഒരു കുട്ടിയല്ലേ വേണ്ടേ? നോക്കട്ടെ, ഏതാ കുട്ടിയത്? ആ കാര്യമൊന്നുമില്ല. വേറെ ഏതാ ഉള്ളത്? അല്ല, ഞാനിപ്പോ ഈ 4 വീട്ടിൽ അന്വേഷിച്ചാലേ ഈ കുട്ടിയുടെ തറവാട് വലിയ കുഴപ്പമില്ല. തറവാടൊക്കെ ശരിയാണ്, പക്ഷെ അത് കാണുമ്പോ അറിയാത്. അല്ല, ഇത് നല്ല കുട്ടിയാണ്. അവിടെ നിക്കില്ല, അത് എവിടെ നിക്കില്ല. അത് അല്ല, അല്ലെങ്കിൽ വേറെ കുട്ടിയുണ്ട്. വേറെ ഏതിലും കാണിക്ക്. ഈ കുട്ടിയായാലോ? ഇത് പിന്നെയും തരക്കെടുക്കും. പക്ഷെ മറ്റേതായിരുന്നു കുറച്ചുകൂടി നല്ലത്. മറ്റേതായിരുന്നു ഇത്തിരി കൂടി നല്ലത്. ഇത് മതി, ഇത് മതി. അല്ല, ഈ കുട്ടി മതി, ഈ കുട്ടി മതി. ഇത് നല്ല കുട്ടിയാ, നല്ല കുട്ടിയാണേ. പക്ഷെ കുട്ടിക്ക് അമ്മല്ല. വേണ്ട, അവനല്ലേ കെട്ടണത്. ഈ കുട്ടിയെ വേണ്ടുള്ളൂ. പറയോ, ചെറുപ്പത്തിലെ അമ്മ മരിച്ചേ. കുട്ടി എന്താ ചെയ്യണേ? കുട്ടി ബിടെക്. അല്ല, ബിടെക്കുകാർക്ക് ഇപ്പൊ എന്താ വരുന്ന അടുത്ത അഭിപ്രായം? എന്താ ബിടെക്കുകാർക്ക് ഇപ്പൊ ഇവള് പോയി പണി എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം ഈ കുടുംബം കഴിയാൻ? വെറുതെ കയറി എന്തെങ്കിലും അങ്ങോട്ട് എഴുന്നള്ളിക്കും, ഒരു ബോധവും ഇല്ലാതെ. ജോലിയുള്ളത് നല്ലതല്ല, സൗകര്യമാണല്ലോ. ഭാര്യയുടെ സൗകര്യത്തിൽ കഴിയാനുള്ള പരിപാടിയാ. പഠിച്ചതല്ലേ, അപ്പൊ ഉറപ്പായിട്ട് ജോലിയൊക്കെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത്. അല്ല, ജോലിയുള്ള കുട്ടികളുണ്ടെങ്കിൽ വേറെ നോക്കാം. അത് നോക്ക്, നല്ല കുടുംബത്തിൽ നിൽക്കാൻ പറ്റുന്ന കുട്ടികളാണ്. അതെ അതെ, നല്ല കുടുംബം, നല്ല കുട്ടിയാണ്. അത് ഒരു അനുസരണൊക്കെ വേണം. 4 ആൾ ഇരുന്ന് വർത്താനം പറഞ്ഞിടത്ത് കയറി അങ്ങോട്ട് ചാടരുത്. അതിന്റെ അടക്കൊതുക്കൊക്കെ വേണം. അല്ല, എന്നാ കുഴപ്പമില്ല. ഈ കുട്ടിയുടെ അമ്മാമൻ സത്യശീലനെ ഞാൻ കണ്ടിരുന്നേ. സുഖദേട്ടത് ഇപ്പൊ ഒറ്റ മോളാണോ അല്ലെങ്കിൽ വേറെ സഹോദരൻ? അല്ല, ഇരട്ടക്ക്. എന്തേ, ഒരു കുട്ടറ കാര്യമല്ലേ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ? ആ കുട്ടറ കാര്യമല്ലേ ഇപ്പൊ പറയണത് ഇവിടെ? അല്ല, സഹോദരങ്ങളുണ്ടോ? സഹോദരങ്ങൾ എന്തിനാ? അതുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വായ ടച്ച് അവിടെ നിക്ക്. അല്ല മaldome, ഇതിപ്പോ വലിയൊരു തറവാടും അത്യാവശ്യം തെറ്റില്ലാത്ത കുടുംബമാണ്. അവളല്ലല്ലോ കല്യാണം കഴിച്ചു കൊടുക്കണത്, ഞാനല്ലേ. ആ കാര്യങ്ങൾ എന്നോട് പറയും. വേറെ ആരും ഇല്ല, ഒരൊറ്റ മോളേ ഉള്ളൂ. ആ സ്വത്ത്, ആ തറവാട്ടിലെ സ്വത്തും കാര്യമൊക്കെ അവൾക്കുള്ളതാണ്. ഇനിയിപ്പോ അല്ലെങ്കിലും വേണ്ട. അപ്പൊ നമുക്ക് അപ്പൊ അങ്ങനെ എന്താ പറയാ, അങ്ങനെ അതങ്ങോട്ട് തീരുമാനിക്കുക. ഇത്തിരി ഫാഷനെ, മുടിയൊക്കെ വെട്ടി ലിഫ്റ്റിക്കൊക്കെ ഇപ്പോഴത്തെ പോവാൻ. ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലൊക്കെ. ഏത് പെൺകുട്ടികളായാലും ഇവിടെ ഈ ചെക്കന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറണതും നന്നാവണമൊക്കെ ചെക്കന്റെ വീടിനെ ആശ്രയിച്ചിരിക്കുമല്ലോ. അടുക്കളയെന്ന് അട്ടഹാസം കേൾക്കരുത്. അതാ ഞാൻ മുഖത്ത് നോക്കി നോക്കണം. അതല്ല, നല്ല അടുക്കളയെന്ന് പുറത്തേക്ക് അട്ടഹാസം കേൾക്കില്ല. അത് നല്ല കണ്ടോ, ശ്രീത്വമുള്ള നല്ല FM റേഡിയോ വെച്ചപ്പോ ഒരു അടുക്കളയില് പാട്ട്. അത് കേൾക്കരുത് FM റേഡിയോ നിന്റെ അമ്മയുടെ പോലെ അടക്കൊതുക്കാൻ വേണമെന്നാ പറയണത്. അല്ല, അങ്ങനെയാണ് ഇഷ്ടായെങ്കിലേ നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയിട്ട് പെണ്ണിനൊന്ന് കാണണ്ടേ? കാണാം. അതിപ്പോ എന്നാ കാണാൻ പറ്റുക? അതിന് താമസിപ്പിക്കണ എന്തിനാ, പെട്ടെന്ന് ആയിക്കോട്ടെ. 14-ാം തീയതി ആയാലോ? 14-ാം തീയതി കുഴപ്പമില്ല. അയ്യോ, 14-ാം തീയതി അമ്മയ്ക്ക് 14-ാം തീയതി മാറ്റി ഏത് ഡേറ്റ് വേണാവോ? 14-ാം തീയതി. 14-ാം തീയതി ഞായറാഴ്ച. 14-ാം തീയതി ഞായറല്ലല്ലോ, തിങ്കളോ? ഞായർ. എന്നാലേ ഞാന് സത്യശീലിനെ വിളിച്ചു പറയാം. അപ്പൊ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഇതിനൊന്നും നടന്നുകൊണ്ട് സുഖത്തിനൊരു നഷ്ടം ഉണ്ടാവില്ല. അതൊക്കെ എനിക്കറിയാതെ. അപ്പൊ ഞായറാഴ്ച.
ശരി മണ്ടോ. അതെ ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരുമോ? ഇവിടെ ഇരിക്കേ. അല്ല ഇങ്ങോട്ട് വന്നിരിക്കേ. എന്താപ്പ നിനക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ളൊന്ന് കേക്കട്ടെ. പറയേ. ഒന്നും മിണ്ടാതിരിക്കാച്ച. ഉണ്ടാക്കണവിടെ. പുറത്തുനിന്ന് ഒരാൾ വന്ന് സംസാരിക്കുമ്പോ ഇങ്ങനെ അതിന്റെ ഇടയിൽ നിന്നിട്ട് ഇത് പറയാൻ നിൽക്കരുത് കേട്ടോ. അതിനാണ് ആണുങ്ങൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആ പറയണ അഭിപ്രായത്തിന് ഒരു വില ഉണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം അതിന്റെ പുറകിൽ. വേറെ വായ തോന്നിയതാണ്ട് വിളിച്ച് പറയും. ഇപ്പൊ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. തെറ്റ് പറഞ്ഞില്ലാന്ന്. തെറ്റ് പറഞ്ഞില്ലാന്ന്. കാര്യങ്ങൾ അപ്പൊ എന്തിനാ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കണം? ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണം? ഞാൻ എന്ത് കാര്യത്തിനാ ഇവിടെ ഇരിക്കണം? എന്തപ്പ ഞാൻ സൂതനോട് പറഞ്ഞ് അതിന്റെ ഇടയിൽ കറിച്ച് അച്ഛനെന്തേ അമ്മേ? വരും. അതെ അച്ഛാ, ഞാനൊരു കാര്യം പറയാതിരിക്കായിരുന്നു. നമ്മുടെ അകത്തെ ബാത്റൂമിലെ ടൈല് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് മെനകേടായി കിടക്കുകയാണ്. കല്യാണമൊക്കെ അല്ലേ പറഞ്ഞത്, അതിനു മുമ്പ് അതൊന്നും മെനയാക്കണം. എടാ അതിനേക്കാൾ അത്യാവശ്യമാണ് ആ അടുക്കളയിലെ ടൈൽ. പറയാനൊന്നുമില്ല, ആ പൊട്ടിയ ടൈലൊക്കെ മാറ്റണം. ഇനി വേറെ വീട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചു തന്നെയല്ലേ അടുക്കളയെ മെനയാക്കിയാൽ നമുക്കല്ലേ നല്ലത്. തൽക്കാലം ബാത്റൂമിലെ ടൈല് മാറ്റാം. ആ ഉണ്ണിനെ വിളിച്ച് പറയാം ഞാൻ. അവന്റെ പണി അതൊക്കെയാണല്ലോ. അല്ല ഈ പണിക്കാരെന്തായാലും വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒന്ന് ഓരോന്ന് തീരട്ടെ. എല്ലാം കൂടി എങ്ങനെയാക്കണത് ചെയ്യണേ? വെള്ളം കൊടുക്കും. തൽക്കാലം അവൻ പറഞ്ഞ് ചെയ്യാം. പിന്നെ മറ്റന്നാള് 14-ാം തീയതിയാണ് പെണ്ണ് കാണാൻ ചെല്ലാന്ന് പറഞ്ഞാണ്. അപ്പൊ ഡ്രസ്സ് വല്ലോ 14-ാം തീയതി പെണ്ണ് കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടില്ലേ സുധേരനോട്? മറ്റന്നാളോ? ആ, ഞായറാഴ്ച. മറ്റന്നാളാണോ അത്? ആ, എന്നെന്താണ് നമ്മളല്ലേ പറഞ്ഞ 14-ാം തീയതി വരാന്ന്. മറ്റന്നാളാ പെൻഷനേഴ്സിന്റെ മീറ്റിംഗ് അല്ലേ? അതാ ഞാൻ അന്ന് 14-ാം തീയതി പറ്റൂലെന്ന്. അപ്പൊ അത് അന്നാ സൂതൻ പറയുമ്പോ തന്നെ പറയണ്ടേ 14-ാം തീയതി പറ്റില്ല എന്നുള്ളത്. അമ്മ അത് സൂചിപ്പിക്കാൻ പോയാണ്, അച്ഛൻ പറയിപ്പിച്ചില്ല. എപ്പോ? സൂതേട്ടൻ വന്നപ്പോ ഒന്ന് ഓർത്തു നോക്ക്. അപ്പൊ ഡ്രസ്സ് വല്ലതും വേണമെങ്കിൽ എടുക്കണം പുതിയത്. നമുക്ക് രാവിലെ പോകേണ്ടതാണ്. നമുക്ക് എന്തെങ്കിലും വേണേൽ അതും എടുക്കണം. അത് തൽക്കാലം മറ്റന്നാള് എന്നുള്ളത് മാറ്റിട്ട് വേറെ ദിവസത്തേക്ക് ആക്കാൻ പറയാം അവരുടെ അടുത്ത്. അല്ലാതിപ്പോ അച്ഛന് ഇത് എന്ത് വർത്താനോ പറയണം? അതൊന്നും നടക്കൂല. തുടക്കം തന്നെ വാക്ക് മാറ്റി പറഞ്ഞാൽ അവര് നമ്മളെ കുറിച്ച് എന്തോർക്കും? ഒരു വാക്കിന് വ്യവസ്ഥയില്ലാത്ത കുടുംബമൊന്നും ഓർക്കൂല്ലേ? പിന്നെ കെട്ടി ഇവിടെ വന്നാലും ആ വില നമുക്ക് കിട്ടുള്ളൂ. ഇത് മുടക്ക് പറയാനൊന്നും പറ്റൂല. 14-ാം തീയതി പോകണം. നീ നേരെ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നിട്ട് പാർട്ടി ജില്ലാ മെമ്പർ മന്മഥൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയുക. അവിടെ സുനീഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ടാവും. ആ പുള്ളിയോട് ആ സാറിനോട് പറയും. ആ ശരി ശരി. ഇന്നത്തെ ഒരു വാർത്ത കേട്ടെങ്കിൽ രാഷ്ട്രീയ കൊലയിലും ശിക്ഷ ഇളവ്. രാഷ്ട്രീയ കൊലയിലാണേ, കേട്ടോ. ജീവപര്യന്തക്കാർക്ക് 1 വർഷം വരെ കുറയും. TP വധം പോലെയുള്ള കേസുകളിൽ പ്രതികളെ പുറത്തെത്തിക്കാമെന്ന് പ്രതിപക്ഷം. എന്ത് രാഷ്ട്രീയണ്ടോ? സത്യാവസ്ഥ അറിയാതെ സംസാരിക്കരുത്. സത്യാവസ്ഥ എന്താ ഇതിലുള്ള കാര്യമല്ലേ? എന്തായാലും വൃത്തികെട്ട രാഷ്ട്രീയമാണ് കേട്ടോ. രാഷ്ട്രീയം കൊണ്ട് ഇയാൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായി? ഭയങ്കര ആൾക്കാരാ.
കച്ചവടക്കാരൊക്കെ അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയിക്കണ്ട കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ചോദിക്കട്ടെ, എടാ ഈ രാഷ്ട്രീയക്കാരില് ഈ രാഷ്ട്രത്തോട് കൂറുള്ള ഏതെങ്കിലും ഒരുത്തുണ്ടോ? എല്ലാവർക്കും അവനവന്റെ കുടുംബം അവനവന്റെ കാര്യം അത്രേ ഉള്ളൂ. അല്ലാണ്ട് സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഒന്നും ഇവർക്ക് ആർക്കും ഇല്ല. അല്ല ഈ പറഞ്ഞ ഇത് ചുമ്മാ എന്തായാലും വിഡിതം പറയരുത്. രാഷ്ട്രീയം എന്താണെന്ന് ആദ്യം അറിയണം. രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയണം. ഈ അറിയാവോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചെന്ന മഹാന്മാര് ഗാന്ധിജി, നെഹ്റുജി, പട്ടേൽജി, ബോസ്ജി ഇവരൊക്കെ എന്തായിരുന്നു? അവരൊക്കെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. എടോ, പഴയ കാലത്തെ ഗാന്ധിജിയും നെഹ്റുവും വല്ലഭായ് പട്ടേൽ ഇവരൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ്. പക്ഷെ പുതിയ തലമുറപ്പെട്ട നേതാക്കന്മാരിൽ ഈ രാഷ്ട്രത്തോട് കൂറുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടോ? ഇതൊരു കാര്യം മനസ്സിലാക്കണം. ഒരുപാട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്, നല്ല പ്രവർത്തന ശേഷിയുള്ള. പിന്നെ അതിനിടയ്ക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും തുക്കട രാഷ്ട്രീയക്കാരൻ്റെ എന്ന് തനിക്ക് എന്തെങ്കിലും മോശമായ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും മോശക്കാരാണെന്ന് മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് തിക്താനുഭവം. ഇപ്പൊ ഒരു കൊട്ടയില ഒരു തക്കാളി ചീഞ്ഞതാണെന്ന് പറഞ്ഞാൽ ആ കൊട്ടയിലിരിക്കണം മുഴുവൻ തക്കാളിയും ചീഞ്ഞതാണെന്ന് പറയല്ലേ ഇത് പറയല്ലേ? അല്ല തക്കാളിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടായിരുന്നു. ഞാനൊരു പച്ചക്കറി കച്ചവടക്കാരനാ. ഈ തക്കാളി എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായ ഒരു വെജിറ്റബിൾ ആണ്. അതിനായിട്ട് രാഷ്ട്രീയക്കാരെ ഈ കൂട്ടിക്കുഴക്കണ്ട. അതല്ല ഈ പവിത്രത നീ പറഞ്ഞല്ലോ തക്കാളിക്ക്, അതേ പവിത്രത ഞങ്ങൾ രാഷ്ട്രീയത്തിന് കാണുന്നുണ്ട്. എന്ത് പവിത്രത? ഈ തക്കാളിന്റെ പവിത്രത ഒന്നും നിങ്ങളെ രാഷ്ട്രീയത്തിന് ഇല്ല. തക്കാളിക്ക് മാത്രം പവിത്രത പോരാ, അത് കച്ചവടം ചെയ്യണം. ഇയാള് പറയല്ലേ, ഇയാളുടെ ത്രാസിന്റെ അടിയിൽ ഇപ്പോഴും വെയിറ്റ് കയറ്റി വെച്ചിട്ടുള്ളത് എനിക്കറിയാം. അത് ജനങ്ങളൊക്കെ ഞാൻ പറയണോ ആൾക്കാരുടെ ഒന്നും പറയണ്ട, നന്നാവൂലെന്ന്. നാട്ടിലെ ചെറിയ ആൾക്കാരെങ്ങനെ ഒരു ഇത്തിരി തൂക്കം മാറ്റി പറ്റിച്ചോണ്ടൊന്നും അല്ല. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യ. ഇത് നിങ്ങൾ ഇന്ത്യനെയാണ് പറ്റിക്കണത്, രാഷ്ട്രത്തിനെയാണ് പറ്റിക്കണത്. ആദ്യം വേണ്ടത് വീട്ടുകാരെ നാട്ടുകാരെ പറ്റിക്കാതെ ജീവിക്കാൻ നോക്കും. പിന്നെ ഒരു രാഷ്ട്രത്തിൽ കയറി താൻ തൂങ്ങണ്ട. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. കേക്കട്ടെ. ഇപ്പൊ ഈ പച്ചക്കറിയും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിയാണെങ്കിൽ എവിടെ എത്തില്ല. അവിടേക്ക് ഇപ്പൊ നേരത്തെ വേറെ വർത്താനം പറഞ്ഞല്ലേ, ഇപ്പത്തെ നേതാക്കന്മാരില് ഒരുപാട് ഗുണമുള്ള ആൾക്കാരുണ്ടെന്ന്. എടാ ഈ നാട്ടില് ഗുണമുള്ള ഒരാളെ പറ്റി അന്നെ പറ്റി പറയരുത്, വേറൊരാളെ പറ്റി. എടോ നാട്ടില് നല്ലത് ഒരെണ്ണം മതി, ഇങ്ങനെ ഒരെണ്ണം മതി നാട്ടിൽ. സംസാരിക്കല്ലോ ഇപ്പൊ കൊണ്ടുപോയി ആ മിണ്ടാപ്രാണി ആ കണാരായിട്ട് കൊണ്ടുപോകണം. അത് മൂപ്പർക്ക് എങ്ങനെ കിട്ടിയത്? ഞാൻ മേടിച്ചു കൊടുത്ത അതിന് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഒരു പയ്യനെ മേടിച്ചു കൊടുത്തോടെ എന്റെ രാഷ്ട്രീയ ഇത് കണ്ട് മാറി. സേവനമല്ലേ, അത് പ്രവർത്തനമല്ലേ. എന്ത് പ്രവർത്തനം? മിണ്ടാടിക്കുന്നു അല്ലേ? അത് അങ്ങനത്തെ സംസാരം വേണ്ട പോയത് അല്ലെ. എങ്ങനെ സ്വന്തം പ്രവർത്തികൾ ആദ്യം അതിന് ശുദ്ധിയാക്കാം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പിന്നെ വോട്ടിംഗ് നിലവാരം കുറയും. എന്താ പറയണേ? ആൾക്കാർക്ക് മനസ്സിലായി എന്റെ വോട്ട് വേണ്ട. വോട്ട് വേണ്ട പറഞ്ഞാലേ വോട്ട് വേണ്ട, പിന്നെ വേണ്ടാന്നല്ലേ പറയാൻ പറ്റൂ. ഇത് വെറുതെ ഈ പത്രം വായിച്ചിട്ടുള്ള ഒരു അറിവും അതിന്റെ വിവരവും കിട്ടിയാ പോരാ. അനുഭവ സമ്പത്ത് അത് അനുഭവിച്ചുണ്ടാക്കണം. എങ്ങനെ? ഞാന് ഇന്ത്യ മഹാരാജ്യം മുഴുവനും എല്ലാ സംസ്ഥാനങ്ങളും ചുറ്റിക്കറങ്ങിയ ഒരു വ്യക്തിയാണ്. ഇന്ത്യ മുഴുവൻ നടന്നിട്ട് എന്ത് നേടി? ഈ കുറെ തിന്നിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ നാട്ടിലേക്ക് കൊറോണ എത്തിച്ചെന്നൊരു വിവരക്കേട് പറയല്ലേ. പേരിലുണ്ടി സംസാരിക്കൊന്നും വേണ്ട. അതിനകത്തൊന്നും നീ പറയുന്ന വിവരക്കേടെല്ലാം 10ാം ക്ലാസ് പഠിച്ചെന്നുള്ള കാര്യം വേണ്ട. അതല്ല ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്. എന്ത് അവസാനം പച്ചക്കറി കടയായിട്ട് ഇരിക്കേണ്ടി വന്നില്ലേ? അങ്ങനെ സംസാരിക്കണ്ട. ഇത് ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്തിട്ടുള്ള ഒരു ദേശസേവകനാണ് ഈ ഞാൻ. ഓരോ സ്ഥലത്തെ സംസ്കാരവും പല അവിടുത്തെ ജീവിതങ്ങളൊക്കെ പഠിക്കണം താൻ ആദ്യം. അല്ലാതെ ഈ ഇട്ടാപ്പെട്ടാത്ത കിടന്ന് പച്ചക്കറി വിറ്റുള്ള അറിവ് പോരാ. ലോകം എന്താണെന്ന് അറിയാം, നാടെന്താണെന്ന് പത്രം വായിച്ചാൽ മതി. അതല്ല പത്രം വായിച്ച് നീ ഇത് വായിച്ച് നീ അവസാനം ഒരു പത്രപ്പുഴുവായിട്ട് അങ്ങ് ജീവിക്കും. പത്രം വായിച്ചാലേ ലോകപരിചയം അനുഭവ സമ്പത്ത് വേണം, അനുഭവങ്ങളിലൂടെ വായിക്കുന്നില്ല. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചുക്കും ചുണ്ണാമ്പ്. രാഷ്ട്രീയക്കാരാണ് മോശക്കാര്. ഇവിടെ രാഷ്ട്രീയക്കാരല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല. എന്ത് നടക്കൂല?
എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബില് മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.